നമസ്കാരം. ഇപ്പോ വന്ന ഒരു ചോദ്യം, ഈ ആദിവാസികൾ എന്ന ഒരു വിഭാഗം, അതായത് കാട്ടിലൊക്കെ വസിച്ച് ഒരു ഉയർച്ചയോ നമ്മളെ ബാക്കിയുള്ള ഭൗതിക അല്ലെങ്കിൽ ബാക്കി പുറം ലോകമായിട്ടൊരു ബന്ധമൊന്നുമില്ലാതെ കാടിൽ വളരെ താഴ്ന്ന ലെവലിൽ, ആ ഒരു ലെവൽ നമുക്കറിയാമല്ലോ, ആദിവാസി ജീവിത രീതി ശൈലിയൊക്കെ നമുക്കറിയാമല്ലോ, ആ ഒരു ലെവലിലുള്ള ഒരു സമൂഹം പണ്ട് മുതലേ ഉണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പൊ എത്ര സർക്കാർ വന്നാലും രാജാവ് കൊണ്ട് ഭരിച്ചിരുന്ന കാലമായാലും ഇന്ന് ഇത്രയും ഡെവലപ്മെന്റ് വന്നിട്ടും ഈ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ഒരു ഉയർച്ചയും വളർച്ചയും വരാതെ എന്നും ഇങ്ങനെ തുടരുന്നത്? ഇതൊരു ചോദ്യമാണ്. പക്ഷെ എന്റെ ഈ മെസ്സേജുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ചില വ്യക്തികൾക്ക് ഇതിന്റെ ഉത്തരം പിടികിട്ടും. സിമ്പിളാണ്. ഇത് ജീവിതത്തിൽ നമ്മുടെ ആത്മാക്കളുടെ ഒരു കോഴ്സാണ്, ഒരു സ്റ്റേജാണ്. അതായത് നമ്മളെ കാടിനെ മനസ്സിലാക്കി ഇങ്ങനെ മറ്റു വ്യക്തിയിൽ നിന്നും കുറച്ച് വേർപെട്ട് ഇങ്ങനെ ഒരു ഒരു ഗോത്ര ലെവലിൽ നമ്മൾ പലതും അങ്ങനെ ജീവിച്ച് പഠിക്കണം എന്നത് നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പൊ നമ്മൾ കാണുന്ന ആദിവാസി ഇപ്പൊ ഒരു 100 വർഷത്തിന് മുമ്പ് കണ്ട ആദിവാസികൾ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. അവരൊക്കെ മരിച്ചു പോയില്ലേ, ഇപ്പൊ പുതിയ ജനറേഷൻ അല്ലേ. പക്ഷെ അന്ന് മരിച്ച് ആ ആത്മാക്കൾ, ആ കോഴ്സ് പഠിച്ച് പാസ്സായവർ ഇപ്പൊ വേറെ വലിയ ലെവലിൽ വിദേശ രാജ്യങ്ങളിലോ ഗൾഫിലോ അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങളിലോ ഒക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ ഇപ്പൊ ഉണ്ട്. അതേപോലെ ആ ഒരു ലെവലിൽ ഒരു ജന്മത്തിൽ നമ്മൾ ആ ഒരു വലിയ ലെവലിൽ ആർഭാട ജീവിതമൊക്കെ നയിച്ച് പഠിച്ച ആത്മാക്കൾ ഈ കാടിനെ അറിഞ്ഞ് കാടിലെ ഒരു വാസസ്ഥലം ആക്കി ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കി കാടിന്റെ മക്കളായി ജീവിക്കേണ്ട, അത് കാടിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു ലെവലുണ്ട്. അതും പഠിച്ചിരിക്കണം. ഇനി അതേപോലെ തന്നെ ഇതൊരിക്കൽ പഠിച്ചു ഈ ഒരു ലെവലിൽ വന്നിട്ടും അപ്പൊ അവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചപ്പോഴേ കിട്ടും. അവരുടെ ജീവിത രീതി, ജീവിതശൈലി, ബാക്കി കാര്യങ്ങൾ, അവരുടെ ഇടപെടൽ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് അറിയാൻ പറ്റും. പക്ഷെ അതിന്റെ അകത്ത് നിന്ന് ആ ഒരു ജന്മം, ഒരു ആദിവാസിയായിട്ട് ജനിച്ച് ആ ഒരു ജന്മത്തിൽ മരണം വരെ ആ ലെവലിൽ നിൽക്കുന്നതിന് മുമ്പേ തന്നെ ആത്മീയ ലെവലിൽ, അല്ലെങ്കിൽ അവിടെ പാസ്സായി വരുന്നവരെ ആ ജന്മത്തിൽ തന്നെ അവിടുത്തെ ഒരു മാറ്റം സംഭവിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ആദിവാസിയെ ജനിച്ചതും ആദിവാസിയെ വളർന്ന എത്രയോ പേര് അവരുടെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മാറി താമസിച്ച് മറ്റ് മനുഷ്യരെ പോലെയൊക്കെ ഉയർന്ന തലത്തിലൊക്കെ ജീവിക്കുന്ന പല ആദിവാസികളും ഉണ്ട്. അപൂർവം ചിലരേ ഉള്ളൂ എങ്കിലും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവർക്ക് ആ മാറ്റം, അവരുടെ ആത്മാവിന് അത്രയും ഒരു ഉയർച്ച വന്നതുകൊണ്ടാണ് അതിനകത്ത് നിന്ന് അവർക്കൊരു മാറ്റം അവരുടെ ആ ജന്മത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഇനി ആ ജന്മത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പോലും ആ ജന്മത്തിൽ പഠിച്ചു തീർത്ത് വയസ്സാകുമ്പോഴേക്കും എന്തൊക്കെയോ അവർ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആ ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ആ കോഴ്സിന്റെ ആവശ്യമില്ല. ഇനി മറ്റു ജന്മങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ, അപ്പൊ അതായത് ഒരു ആദിവാസി ലെവലിൽ നിന്നും കൊണ്ട് ആ ഒരു ഗോത്ര സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വനത്തിൽ അതിനെ ഇഴുകി ചേർന്ന് പഠിക്കേണ്ട പലതും പഠിച്ചിട്ടും മറ്റൊരു ജന്മം കിട്ടുമ്പോൾ ഈ പഠിച്ച കാര്യം മറന്ന് പിന്നെയും വേറെ രീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വീണ്ടും അടുത്ത ജന്മത്തിൽ ഇതേ ആദിവാസി ലെവലിലിട്ട് പിന്നെ ജന്മം കൊടുക്കേണ്ടി വരും. കാരണം ഒരിക്കൽ പഠിച്ച് പാസ്സായി വന്നിട്ട് അടുത്ത ജന്മത്തിൽ ഉഴപ്പിക്കളഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ശിക്ഷ എന്നാണ് വീണ്ടും ഇങ്ങനൊരു സമൂഹത്തിൽ ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സമൂഹം എല്ലാ കാലത്തും കാട് ഉള്ള കാലത്തോളം, അല്ലെ ഇങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ലെവൽ ഉള്ളൊരു സെറ്റപ്പ് ഉള്ള കാലത്തോളം ഇങ്ങനൊരു വിഭാഗ മനുഷ്യരും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിൽ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ കാടില്ലെങ്കിൽ പോലും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാടുള്ള അല്ലെങ്കിൽ ആദിവാസി ഗോത്ര ആ ലെവലിൽ ജീവിക്കേണ്ട ഭാഗങ്ങൾ ഭൂമിയിൽ എവിടെയെങ്കിലും കാണും. അപ്പൊ ആ ഭൂമിയിൽ എവിടെയെങ്കിലും ഇത് വന്നിരിക്കും. ഇനി ഭൂമിയിൽ അങ്ങനെ ഒരു വകുപ്പേ ഇല്ല. ഫുൾ ടെക്നോളജിയൊക്കെ വികസിച്ച് ഭൂമി മൊത്തം ഇങ്ങനൊരു സംഗതി ഇല്ല. കാട് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ ആദിവാസി ലെവലിലുള്ള അങ്ങനൊരു ജീവിത ശൈലി ജീവിക്കേണ്ട ഒരു സെറ്റപ്പേ ഭൂമിയിലില്ല. അത്രയും ടെക്നോളജി വികസിച്ചാലും അത്രയും വികസിക്കാത്ത ഭൂമി പോലുള്ള മറ്റ് ഗ്രഹങ്ങൾ വേറെ ഉണ്ട്, അനേകമുണ്ട്. അപ്പൊ ഈ ആത്മാക്കളെ അങ്ങോട്ടിട്ട് ഈ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചിരിക്കും. ഭൂമിയിൽ പഠിക്കണ്ടെങ്കിൽ വേറെ ഗ്രഹത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. അപ്പൊ എന്തായാലും ഈ ആത്മാവ് ഇങ്ങനെയുള്ള ആ ഒരു ലെവലിലുള്ള ഒരു കോഴ്സ്, ഒരു പഠനം പൂർത്തീകരിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മള് സ്കൂളാണെങ്കിൽ ഇപ്പൊ 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തില് ഇപ്പൊ ഒരു ഗുരു പറയാണ്, ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ വന്നു, 2ാമത്തെ വർഷം നിങ്ങൾ ഒരു വർഷത്തോളം
കാട്ടിൽ പോയി വിറവൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഗുരുവിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കും ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി വിറവ് ശേഖരിക്കുന്ന ജോലി നിങ്ങൾ ഇവിടെ പഠിക്കാൻ ഗുരുകുലത്തിൽ പഠിക്കാൻ വന്ന 2ാമത്തെ വർഷം നിങ്ങൾ എല്ലാവരും ഈ ഒരു ജോലി ചെയ്തിരിക്കണം. 1 വർഷത്തേക്ക് ചെയ്താൽ മതി. പിന്നെ അടുത്ത വർഷം ഈ വ്യക്തി ചെയ്യണ്ട. പിന്നെ അടുത്ത പുതിയതായിട്ട് വന്ന അടുത്ത ശിഷ്യനുണ്ടല്ലോ, അവരായിരിക്കും അടുത്ത 1 വർഷത്തേക്ക് കാട്ടിപ്പോയി വിറവ് ശേഖരിക്കേണ്ടത്. അപ്പൊ ഇത് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു കോഴ്സാണത്. അവിടെ നമുക്ക് അയ്യോ ഞാൻ കൂടിയവനാണ്, ഞാൻ രാജാവിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണ പുത്രനാണ് എന്നൊന്നും പറഞ്ഞ് ഈ ഗുരുവിന്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. അപ്പൊ അത് ഇല്ലെങ്കിൽ നല്ലതായിരുന്നു. ഈ ഗുരുവിന്റെ കീഴിൽ പണ്ടുവരെ ഇങ്ങനെ തന്നെ ഏത് കുട്ടി വന്നാലും 1 വർഷത്തേക്ക് കാട്ടിപ്പോയി വിറവ് ശേഖരിക്കേണ്ടത് അവന്റെ ജോലിയാണ്. അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ശിഷ്യരുടെ ജോലിയാണ് ഈ കാട്ടിപ്പോയി വിറവ് ശേഖരിക്കേണ്ടത്. ഈ വിറവ് ശേഖരണം എന്ന് പറയുന്ന ആ കാട്ടിപ്പോയി ശേഖരിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയൊക്കെ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ ഇത് മാത്രം കഷ്ടം എന്ന് പറയാൻ പറ്റൂല. കാരണം ആ ഗുരുവിന്റെ കീഴിൽ പഠിക്കുമ്പോൾ ആ ഗുരുവിന്റെ ഒരു വ്യവസ്ഥയാണ്. കുറച്ചുനാള് കാടുമായിട്ട് എഴുകിച്ചേർന്ന് കാട്ടിപ്പോയി വിറവൊക്കെ ശേഖരിച്ച് പച്ചിലകളൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ കാടുമായിട്ട് എഴുകിച്ചേർന്ന് അതിൽ നിന്ന് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കേണ്ട ഒരു രീതി എല്ലാ ശിഷ്യർക്കും അത് കൊടുക്കും. പക്ഷെ അത് എല്ലാ കാലവും വേണ്ട. കുറച്ചു നാളത്തേക്ക് ഒരാൾക്കത് ഉള്ളൂ. അതേപോലെ തന്നെയാണ് കുറച്ചു നാള് ഈ ഒരു ജന്മം നമ്മൾ ഭൂമിയിൽ ആ ഒരു ലെവലിൽ ജീവിച്ചിരിക്കും. അപ്പൊ ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ അവിടെ വന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ ജന്മത്തിൽ നമ്മളിപ്പോ പുറം ലോകത്ത് അല്ലെങ്കിൽ വേറൊരു വികസിച്ച സമൂഹത്തിൽ നമ്മൾ ജനിച്ചു. ഈ ജന്മത്തിൽ ജനിച്ചെന്ന് വെച്ചോ. നമ്മൾ ആ ജനിച്ചതിന് ശേഷം നമ്മൾ ഈ ആദിവാസി ലെവലിലോട്ടൊക്കെ അവിടെ എന്താണ് അവരുടെ ജീവിതം എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി അവരെ കൂടെ ഇഴുകിച്ചേർന്ന് ഈ ജന്മത്തിൽ തന്നെ അവരെ കൂടെ ഇഴുകിച്ചേർന്ന് അവരുടെ ജീവിത രീതി ജീവിതശൈലിയും അവരുടെ ആഹാരവും ഒക്കെ കഴിച്ച് അവരെ കൂടെ നമ്മൾ ഒരു എത്രയോ വർഷം നമ്മളങ്ങ് ചെലവഴിച്ച് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരു ജന്മം വേണ്ടി വരില്ല. കാരണം ഈ ജന്മത്തിൽ തന്നെ നമ്മളായിട്ട് പോയി പഠിച്ചല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ജന്മത്തിൽ ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏതാണ്ട് എന്റെ മെസ്സേജ് കേട്ടവരെല്ലാം ഇതേപോലുള്ള പല ജന്മങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞവരാണ്. അങ്ങനെയുള്ളവരെ എന്റെ മെസ്സേജ് കേൾക്കുകയും അത് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. വെറുതെ കേൾക്കുന്നതല്ല, ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഉൾക്കൊണ്ടവർക്ക് ഇനി അടുത്ത ജന്മം ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതിന്റെയൊക്കെ ഒരു വിശദീകരണം, ക്ലാരിഫിക്കേഷൻ വന്നു കിട്ടിയാൽ മതി. എന്തായിരുന്നു സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞ മുൻ ജന്മങ്ങളിൽ പഠിച്ചത് നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ചില സാഹചര്യങ്ങളൊക്കെ വന്ന് അത് പഠിക്കേണ്ടി വരും. ഇപ്പൊ ചിലർ ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് പഠിച്ച് പാസ്സായി വരുമ്പോൾ കുറച്ചുനാൾ ഗവൺമെന്റിന് വേണ്ടി അവർ പറയുന്ന സ്ഥലത്ത് പോയി സെർവ് ചെയ്യണം എന്നൊരു നിയമമുണ്ട്. 1 വർഷമോ 2 വർഷമോ കണ്ട. അപ്പൊ മിക്കവർക്കും ആദിവാസി സമൂഹത്തിലോട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോലി ഗവൺമെന്റിനെ സേവിക്കുന്ന ആ ഒരു സമയത്ത് കൊടുക്കുന്നത്. അപ്പം കരഞ്ഞു വിളിച്ചൊക്കെ വലിയ ഉന്നത തലത്തിൽ നിൽക്കുന്ന വലിയ പോഷായിട്ട് ജീവിക്കുന്നവർ കരഞ്ഞും വിളിച്ചുമൊക്കെ അവന്റെ ഇടയിൽ പോയി കുറച്ചുനാള് ജോലി ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ കിട്ടി പോകുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ കാട്ടിലോട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ കിട്ടിയത്. ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയാൽ പോലും ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ജീവിത സാഹചര്യത്തിലൂടെ തന്നെ പഠിക്കേണ്ടവരെയൊക്കെ പ്രകൃതി തന്നെ അങ്ങ് പഠിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അവിടെ പഠിച്ച് നമ്മൾ ആ ഒരു ജന്മത്തിൽ ജനിച്ച് അതൊക്കെ കവർ ചെയ്ത് എല്ലാ ജന്മവും വരുന്നു. ഇപ്പൊ ആദിവാസികളുടെ ജന്മം വരും, പറഞ്ഞതുപോലെ ഈ ചണ്ടാളനായിട്ടുള്ള ജന്മം വരും. ഇങ്ങനെ എല്ലാ ബ്രാഹ്മണനായിട്ടും ഒക്കെ ക്ഷത്രിയനായിട്ടൊക്കെ ജന്മങ്ങൾ വരും. കാരണം ഇതൊക്കെ ഓരോ തൊഴിൽ മേഖല നമ്മൾ പഠിപ്പിക്കുന്നതാണ്, ഓരോ ജീവിത ശൈലികൾ പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ അതൊരു ജാതി അങ്ങനെ അല്ലല്ലോ. കഴിഞ്ഞ ഇതില് മെസ്സേജ് പറഞ്ഞതുപോലെ ആ ഒരു മനസ്സ് നമ്മളെ പഠിപ്പിക്കണതാണ്. ആ ഒരു ലെവലിലുള്ള ഒരു മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടി വരുന്ന ചില ജന്മങ്ങളാണ്. ഇപ്പൊ എല്ലാ വിഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് പഠിക്കണം, പഠിച്ചിരിക്കും, പഠിപ്പിച്ചിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ സത്യം എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഈ അന്ത്യകാലത്ത് ഇപ്പൊ എന്നിലൂടെയൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകണം എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഇപ്പോ നമ്മളെ അമ്പലങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നെഗറ്റീവായി പോയി. അപ്പൊ അതൊക്കെ ഇനി പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ അമ്പലങ്ങളും കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും എന്റെ ഈ മെസ്സേജുകൾ കേട്ട് ഉയർന്ന തലത്തിലോട്ട് വരേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോ
+2 പഠിക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ആ സ്കൂളിലുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ്, പിന്നെ 5ാം ക്ലാസ് തൊട്ട് 10, പിന്നെ 10ന് ശേഷം +1, +2 ഒക്കെ ആ ഒരു സ്കൂളിൽ തന്നെ ഉണ്ടെന്ന് വെച്ചു. പക്ഷെ നിങ്ങളിപ്പോ +2 എത്തി, അല്ലെങ്കിൽ +1, +2 പഠിക്കുകയാണ്. അപ്പൊ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആ ബിൽഡിങ് കംപ്ലീറ്റ് നശിച്ചു കിടക്കുകയും അത് മേൽനോട്ടം നോക്കുന്ന ഒരു സീനിയർ സാറൊക്കെ ഉണ്ട്. ആ സാറത്തിന് കുഴപ്പനാണ്, അല്ലെങ്കിൽ സാറത്തിന് പെർഫെക്റ്റ് അല്ല. അപ്പൊ ആ പുള്ളിക്കാണ് ഇൻചാർജ്. അപ്പം ആ പുള്ളിയുടെ കീഴിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നില്ല, അവിടുത്തെ സാറന്മാര് ഉഴപ്പ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് +2-നുള്ള നിങ്ങൾ, ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരികയാണ്, ഒരു ഉദാഹരണം വെച്ച് +2-നുള്ള നിങ്ങൾ പ്രിൻസിപ്പാളോട് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോടൊക്കെ പറയാണ്, എങ്ങനെയെങ്കിലും 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയുള്ള ആ ക്ലാസ്സൊക്കെ ഒന്ന് പെയിന്റ് കളിച്ച് ഒന്ന് ശുദ്ധീകരിച്ച് നല്ല എടുക്കണം. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നല്ല ഇതായിരുന്നു. അതിനുശേഷം ഇപ്പൊ പെയിന്റും അടിച്ചിട്ടില്ല. എന്റെയൊക്കെ വീട്ടിനടുത്തുള്ളതും അല്ലെ എന്റെയൊക്കെ സഹോദരങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ അവിടെ ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലായ്മ. കാരണം മൊത്തം നശിച്ചും പിന്നെ ആ സൈഡൊക്കെ വളക്കി ഇടിഞ്ഞ് അതിൽ കൂടെ ഇഴജന്തുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പം സാർ എങ്ങനെയെങ്കിലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ നോക്കണം എന്നും പറഞ്ഞ് നമ്മൾ പ്രിൻസിപ്പാളിനോ ഹെഡ് മാസ്റ്റർക്കോ നമ്മൾ ചെന്ന് പരാതി പറയുകയാണ്. അതുപോലെ ആയിരിക്കണം ഇത്. കാരണം നമ്മളൊക്കെ ഞാനീ പറയുന്ന ഈ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ വന്നു. ഇപ്പം മുസ്ലിം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും വലിയ തലത്തിലോട്ട് വരുമ്പോൾ എല്ലാ മതത്തിന്റെയും തുടക്കത്തിൽ ശിശുക്കളായി നിൽക്കുന്നവർ പഠിച്ചു വരേണ്ട ഒരു സെക്ഷനാണ് ഈ മത ചടങ്ങുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റെല്ലാം. ഇപ്പം ഈ നമ്മളുടെ അതേ ലെവലിൽ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ശിശുത്വത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ആ ശിശുക്കൾക്ക് ഇരുന്ന് പഠിക്കാനും അവിടെ പോസിറ്റീവായിട്ട് അവരെ ആ ഒരു ലെവലിലേക്ക് പഠിച്ച് വളരാൻ വേണ്ട സാധനങ്ങളാണ് ഈ മതത്തിലൂടെയൊക്കെ ഉണ്ടായി വന്നിരിക്കുന്ന ഈ ആരാധനാ കേന്ദ്രങ്ങളും ഇതെല്ലാം. അപ്പൊ പ്രകൃതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ച് ആ എനർജി ആവാഹിച്ചെടുക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ആ സൃഷ്ടാവാൻ ദൈവം, ആ പ്രകൃതിയാണ് എല്ലാം, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പ്രവർത്തിക്കുന്നതൊക്കെ, ആ ഒരു തത്വങ്ങളൊക്കെ തിരിച്ചറിയുന്നവർക്ക് പിന്നെ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഇതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ശിശുക്കളായിട്ടുള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ ഈ ലെവലിൽ വന്നിട്ടില്ല, ഈ സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ തിരിച്ചറിയുന്നത് വരെ അവർക്ക് ആ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ച് പാസ്സായി വന്നേ പറ്റൂ. പക്ഷെ അവിടെ വൃത്തിയില്ല, ശുദ്ധിയില്ല, ഫുൾ നെഗറ്റീവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോയി പോസിറ്റീവാക്കി തരണേ. കാരണം അവിടെ പോസിറ്റീവ് ആയാൽ മാത്രമേ അവിടെയുള്ള പോസിറ്റീവ് ശക്തികൾ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്ത് അവരെ കറക്റ്റ് നീതി ന്യായത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ ദൈവിക ഉയർച്ചയിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ശരിക്കുള്ള അൾട്ടിമേറ്റിലേക്ക് അവർ തന്നെ കയറി വരും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കുഴപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയുടെയോ ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിയന്ത്രിക്കുന്ന ആ അസുര പൈശാചിക ശക്തികളുടെ മുന്നിൽ പോയാണ് നിങ്ങൾ പോയി പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുന്നത്. അവര് നല്ല അടി തരും, നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ആ നെഗറ്റീവ് കേന്ദ്രത്തിന് അല്ലെങ്കിൽ ആ അമ്പലത്തിന്റെ അല്ലെങ്കിൽ പള്ളിയുടെ ഭരിക്കുന്ന പൈശാചിക ശക്തിയെ കാട്ടിലും നമ്മൾ പവർഫുൾ ആവണം. നമ്മുടെ ആത്മാവ് അത്രയും ബലം ആർജിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ആ ഏരിയയിൽ പോയി പ്രാർത്ഥിക്കാൻ. അതിനു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങൾ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേണം സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഒരിക്കലും മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന ലെവലിലുള്ള വളർച്ച നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വളരാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷയങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും വരുന്നത്. പക്ഷെ ബലം വരും. നിങ്ങൾ കുറച്ചുകൂടെ ആയി ബലം വന്ന് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ പ്രശ്നം വരില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലിരുന്ന് സൃഷ്ടാവാൻ ദൈവത്തോട് നമ്മൾ പരിഭവം പറയുന്നത് പോലെ ഈ ശിശുക്കളായിട്ടുള്ള വ്യക്തികളെ നമുക്ക് വളർത്തിയെടുക്കണം. അതിന് അവരാശ്രയിക്കുന്ന ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ പോസിറ്റീവായേ പറ്റൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.